സലാം ബുദംസ്. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏറ്റവും വിഷമിപ്പിക്കുന്നൊരു കാര്യം, അത് ഡാർക്ക് മോഡല്ല. വിഷമിക്കേണ്ട, അതിനുള്ള സാമഗ്രികളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു മുഖത്തോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും. ഇന്ന് നമ്മൾ ബിബ്ലിയോഫൈൽ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബേപ്പു സുൽത്താനിൽ കുറേ കാലത്തിന് ശേഷം നിങ്ങളായിട്ട് സംസാരിക്കാൻ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു മേഖലയാണത്. ബിബ്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ പുസ്തകത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പുസ്തകത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചിട്ട് ഒരു പുസ്തക പുഴുവൊന്നുമല്ല, എപ്പോഴും വായിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്കിഷ്ടപ്പെട്ട ചില പ്രത്യേക ജോൺറയിലുള്ള പുസ്തകങ്ങൾ വരുമ്പം വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് റിവ്യൂ എന്ന് ഞാൻ വിളിക്കുന്നില്ല, നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ആ ഒരു വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. ഒരു 20-30 കൂടുതൽ ആളുകൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം തിരഞ്ഞുപോയി, അവരത് വായിച്ചു. അതിനുശേഷം 4-5 പുസ്തകങ്ങൾ അവർ വായിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. പാതിക്ക് വെച്ച് നിർത്തിയ വായന എന്ന് പറയുന്ന എബിലിറ്റി ഒരു സുപ്രഭാതത്തിൽ തുടങ്ങുന്നു എന്ന് പറയുമ്പം അതൊരു ഭയങ്കര മൂമെൻ്റാണ്. നമ്മുടെ ജീവിതം തന്നെ മാറി മറയുന്ന ഒരു മൂമെൻറ്റ്. അതിന് ഞാൻ കാരണമായി, ചിലർക്കെങ്കിലും ഞാൻ കാരണമായി എന്നുള്ളത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു വിഷയമായിട്ടാണ്, കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മറ്റൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആ വിഷയം വേറൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വിഷയം. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ, ചില പ്രത്യേക ജോൺറകളിൽ വരുന്ന പുസ്തകങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിലേറ്റവും കൂടുതലും തിരക്കഥകളായിരിക്കും. കാരണം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിലേക്ക് ഉള്ള യാത്രയിലാണെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിയുന്നതും എനിക്ക് ലഭിക്കുന്ന എല്ലാ തിരക്കഥകളും, തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്ന മിക്ക തിരക്കഥകളും വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ചില വീഡിയോകൾ നമ്മൾ ബേപ്പു സുൽത്താനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ പലപ്പോഴും എൻ്റെ മുമ്പിലേക്ക് ഓടി വരുന്ന ഒരു തിരക്കഥാകൃത്ത്, അല്ലെങ്കിൽ ഒരു കഥാകൃത്ത്, അല്ലെങ്കിൽ ഒരു സംവിധായകനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പപ്പേട്ടൻ പത്മരാജൻ. എല്ലാവരും പറയുന്നത് പോലുള്ളൊരു ഇഷ്ടമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിലൊരു ഭാഗമായിട്ടുണ്ട്. ചുമ്മാ സിനിമാറ്റിക്കായിട്ടൊരു ഡയലോഗ് അല്ല അത്. കാരണം എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ പ്രണയത്തിൽ, തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പല സീനുകൾക്കും, പല സാഹചര്യങ്ങൾക്കും, പല സ്ഥലങ്ങൾക്കും, പല പാട്ടുകൾക്കും പ്രാധാന്യമുണ്ട്. അതെന്നെ പേഴ്സണലി അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുമായിരിക്കാം. അത്തരം ഒരു റൊമാൻറ്റിക് മൂവി മാത്രമല്ല മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമ, രതി നിർവേദം എന്ന് പറയുന്ന സിനിമ, കള്ളൻ പവിത്രൻ, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് തിരക്കഥകൾ വായിക്കാൻ മലയാളികളായ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം, ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, ഒരു പക്ഷേ പത്മരാജൻ്റെ സിനിമയായിട്ടുള്ള തിരക്കഥകളേക്കാൾ കൂടുതൽ ഏറ്റവും സിനിമയാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതും ഒരിക്കലും സംഭവിക്കാതെ പോയതും, എന്നാൽ സിനിമയായിരുന്നെങ്കിൽ ഇന്ന് മലയാളിക്ക് എന്താ പറയുക, എടുത്തു പറയാൻ പറ്റിയ മറ്റേത് മേഖലയിലും മലയാളത്തിൻ്റെതെന്ന് പറഞ്ഞാൽ എടുത്തു കാണിക്കാൻ പറ്റിയൊരു സിനിമയാകുമായിരുന്ന ഒരു തിരക്കഥയെക്കുറിച്ചാണ്. അതൊരു തിരക്കഥയല്ല, അതൊരു കഥയായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിരഞ്ഞെടുത്ത കഥകളിൽ എന്ന് പറയുന്ന, അദ്ദേഹത്തിൻ്റെ 3 തിരഞ്ഞെടുത്ത കഥകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഈ ഒരു കഥയെക്കുറിച്ച് പറയുന്നത്. DC-യുടെ ഒരു പുസ്തകമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വായിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ വായനയെക്കുറിച്ച് അറിഞ്ഞ പല ആളുകളുടെയും സംസാരത്തിൽ വിഷയമായിട്ടുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ആ കഥയുടെ പേര് ശവവാഹനങ്ങളും തേടി എന്നാണ്. ആ പേരിൽ തന്നെ ഒരു വ്യത്യസ്തത ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതൊരു ഗംഭീര കഥയാണ്. പക്ഷെ അത് വായിക്കാൻ എല്ലാവർക്കും പറ്റില്ല. അതിൻ്റെ കാരണം അത് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഞാൻ DC-യിൽ തന്നെ ഒരുപാട് മെയിൽ അയച്ചിട്ടും ഒരുപാട് DC-യുടെ ഔട്ട്ലെറ്റുകൾ അന്വേഷിച്ചിട്ടും എനിക്ക് കിട്ടാത്ത ഒരു പുസ്തകമാണത്. പലരും വായിച്ചിട്ട് എന്നോട് ഒരിക്കലെങ്കിലും നീ വായിക്കണമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് പോയിട്ട് 2014 എനിക്ക് കിട്ടിയ ഒരു PDF ആണ് എൻ്റെ കയ്യിലുള്ള ആ പുസ്തകം, അല്ലെങ്കിൽ ആ ഒരു കഥ. അതൊരു നിധി പോലെ ഞാനിന്ന് സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് അതുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക്, ഒരു പുസ്തകമായിട്ടല്ല നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്, ഇതിൻ്റെ ഐപാഡാണ്. അതിലൊരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നത്.
അധികം ആവുകയൊന്നുമില്ല. കാരണം ആ കഥയെക്കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. ഒരു വൺ ലൈൻ ഞാൻ പറയാം. കാരണം ഇത്രയും ഞാൻ സംസാരിച്ചിട്ട് അങ്ങനെ ഒരു കഥയെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ എന്ന് ചിന്തിക്കുന്ന ചില ബിരുദന്മാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വൺ ലൈൻ പറയാം. പക്ഷേ അതിനേക്കാളും മുമ്പ് വേറൊരു കാര്യം പറയാം. വൺ ലൈൻ എന്ന് പറഞ്ഞപ്പം ഞാൻ മറ്റൊരു തിരക്കഥ വായിച്ചതിൻ്റെ ഒരു അനുഭവം പറയാം. വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന നമുക്ക് വരാൻ പോകുന്ന, അതായത് പൃഥ്വിരാജ് നായകനായിട്ടുള്ള വരാൻ പോകുന്ന ഒരു സിനിമയാണ് വിലായത്ത് ബുദ്ധ. അതിൻ്റെ തിരക്കഥാകൃത്താണ് ഇന്ദുഗോപൻ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നത് വായിക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം തിരക്കഥയായതിനു ശേഷം അത് സിനിമയാവാൻ പോകുന്നു എന്ന ഒരു അറിയിപ്പോടുകൂടി അത് പുസ്തകമായിട്ട് വന്നിരുന്നു. ആ ഒരു പുസ്തകം ഞാൻ വായിച്ചു. ആ ഒരു പുസ്തകത്തിൽ വൺ ലൈൻ എന്ന് പറയുന്ന, നമ്മൾ സ്ഥിരമായിട്ട് ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ പറ്റുന്നൊരു വാക്കാണ് വൺ ലൈൻ, അല്ലേ? ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസർ എടുത്ത് ചെന്നിട്ട് കഥയുടെ ആദ്യ ഭാഗം പറയുന്നത് വൺ ലൈൻ ആയിരിക്കും. ആ വൺ ലൈൻ എന്ന് പറയുന്നത് ഒരു കഥയുടെ ബേസാണ് എന്നുള്ളത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അത് കാരണം എങ്ങനെയാണ്? അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഐ വി ശശി എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ അടുത്തേക്ക് ഒരു തിരക്കഥാകൃത്ത് വരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, എനിക്കൊരു സിനിമയുണ്ട്, അത് നിങ്ങൾ സംവിധാനം ചെയ്യണം. തിരക്കുള്ള ഐ വി ശശി പറഞ്ഞത്, 1 മിനിറ്റ് സമയം ഞാൻ തരാം. ആ 1 മിനിറ്റിൽ നിങ്ങൾക്ക് പറയാനുള്ള കഥ ഒരു വൺ ലൈനായിട്ട് പറയാം. അതെനിക്കിഷ്ടപ്പെട്ടാൽ അതൊരു സിനിമയാവും. അങ്ങനെയാണ് പറഞ്ഞത്. ഇത് ഇന്ദുഗോപൻ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കേട്ടറിവുകളിലുള്ള ഒരു അനുഭവമായിട്ട് അദ്ദേഹം ഈ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തിരക്കഥാകൃത്ത് ഐ വി ശശിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു നാട്, സങ്കല്പത്തിലുള്ള ഒരു നാട്, ആ നാട്ടിൽ പുലി ഇറങ്ങുന്നു. അത് ആ നാട്ടിൽ ഒരുപാട് ശല്യം വിതയ്ക്കുന്നു. അങ്ങനെ ആ പുലിയെ പിടിക്കാൻ വേണ്ടി ഒരു വേട്ടക്കാരൻ വരുന്നു. പക്ഷേ ആ വേട്ടക്കാരൻ പുലിയേക്കാൾ ശല്യമായി മാറുന്നു. ഇതായിരുന്നു വൺ ലൈൻ. ആ വൺ ലൈൻ പിന്നീട് സിനിമയായി മാറി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മൃഗയ എന്ന് പറയുന്ന സിനിമ. സോ വൺ ലൈൻ എന്ന് പറഞ്ഞ് നമുക്കൊരു കഥയെ ചുരുക്കി പറയാൻ പറ്റില്ല. കാരണം വൺ ലൈൻ അത്രയും പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു കഥ, ശവവാഹനങ്ങളും തേടി എന്ന് പറയുന്ന ഈ ഒരു കഥയുടെ വൺ ലൈനായിട്ട് ഞാൻ പറയുമ്പോൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് 3 കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ 3 കുടുംബങ്ങളാണ്. ആ 3 കുടുംബങ്ങളും ആ കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ശേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും. ഈ 3 കുടുംബങ്ങളാണ് ആ ഒരു നാട്ടിൽ, ഒരു സങ്കല്പത്തിലുള്ളൊരു നാടാണ്. ആ നാടിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പപ്പേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സിനിമ കാണുന്നത് പോലെ ഒരു കടലിരമ്പത്തോടു കൂടി ആ ഒരു നാടിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 കുടുംബങ്ങൾ മാത്രമുള്ള ആ നാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ശേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്തുകൊണ്ടാണ് അയാൾ ഒറ്റപ്പെട്ടത്? അയാൾ എന്തോ ഒരു കൃത്യം ചെയ്തു. ആ ഒരു കൃത്യം ഈ 3 കുടുംബത്തിൽ നിന്നും അയാളെ ഒറ്റപ്പെടുത്തി. അതൊരു സാധാരണ തെറ്റായിരുന്നില്ല. ഒരിക്കലും ആ കാലഘട്ടത്തിൽ ഒരു മലയാളിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്ന്. അതൊരു വലിയ തെറ്റായിരുന്നു. ആ ഒരു തെറ്റിലേക്കുള്ള യാത്രയാണ് ശവവാഹനങ്ങളും തേടി എന്ന് പറയുന്ന ഈ ഒരു കഥ. നമുക്ക് ആ കഥയിലേക്ക് പോകാം. ശവവാഹനങ്ങളും തേടി. കടൽ ശാന്തമായിരുന്നു. അകലെ നിന്ന് നോക്കുമ്പോൾ തിരമാലകൾക്ക് മേൽ പറക്കുന്ന കടൽക്കാക്കകളെയും അവയുടെ ചിറകുകളിൽ തിളങ്ങുന്ന സൂര്യരശ്മികളെയും ഒരു സ്വപ്നത്തിലെന്നതുപോലെ കാണാൻ കഴിയുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മൂടിക്കെട്ടിയവയായിരുന്നു. കാറ്റ് വീശി തുടങ്ങുന്നു. രാത്രി മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞുതരികൾ ആ കാറ്റിൽപ്പെട്ട് വിഭ്രാന്തിയോടെ പറന്നു നടക്കുന്നു. വെയിലിൻ്റെ കരുത്തു കുറഞ്ഞ നാളകൾ അതിൻ്റെ തല്ലേറ്റ് ഒടിഞ്ഞു തൂങ്ങുന്നു. ഉച്ചവരെ കാറ്റ് നീണ്ടു നിൽക്കുന്നു. ഉച്ചയാവുമ്പോഴേക്ക് വിളറിയ മുഖമുള്ള ഒരു സൂര്യൻ മേഘങ്ങൾക്കപ്പുറത്തു നിന്ന് ലഹരി ഗുളിക വിഴുങ്ങിയവനെ പോലെ തല പൊന്തിക്കുകയായി. കാറ്റ് ക്രമേണ താഴുകയും പടിഞ്ഞാറ് നിന്നും ക്ഷീണിച്ച മഞ്ഞ വെളിച്ചം ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പരക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് ഒരല്പനേരത്തേക്ക് മാത്രം. അപ്പോഴേക്ക് സായാഹ്നമായി, സന്ധ്യയായി. സന്ധ്യയ്ക്ക് മുമ്പായി അല്പനേരത്തേക്ക് പിൻവാങ്ങിയിരുന്ന ആ നശിച്ച കാറ്റ്, തണുപ്പൻ കാറ്റ് വീണ്ടും ഓടിയെത്തുന്നു. അത് സൂര്യനെ എവിടേക്കോ വലിച്ചു കൊണ്ടുപോകുന്നു. കടലിനടിയിൽ നിന്ന് മഞ്ഞുതരികൾ വാരിയെടുത്ത് ഞങ്ങളുടെ മേലേക്ക് ചീറ്റിയെറിഞ്ഞ് കളിക്കുന്നു. നനഞ്ഞ മുഖമുള്ള ഒരു ചന്ദ്രനെ ആകാശത്തിൻ്റെ ഒരു കോണിൽ കൊണ്ടുവന്ന ഒരു കാഴ്ച വസ്തുവെപ്പോലെ പ്രതിഷ്ഠിക്കുന്നു. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ.
ഞങ്ങൾ സൂര്യനെ പഴിച്ച്, കാറ്റിനെ ശപിച്ച്, ഉച്ചയെ വെറുത്ത്, സന്ധ്യയെ മറന്ന്, ചന്ദ്രനെ ദ്വേഷിച്ച്, രാത്രിയെ പുണർന്ന് ഉറങ്ങാൻ കിടക്കുന്നു. ആ കിടപ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ പഴിക്കുകയും ശപിക്കുകയും വെറുക്കുകയും മറക്കുകയും ദ്വേഷിക്കുകയും പുണരുകയും ചെയ്ത് ഒടുവിൽ ഉറങ്ങുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നശിച്ച കാറ്റില്ല, ദേഹത്ത് സൂചിമുനകൾ പോലെ വന്ന് തറഞ്ഞു കയറുന്ന മഞ്ഞിൻ്റെ കുരുന്ന് തരികളില്ല. വാസ്തവത്തിൽ ഇങ്ങനെയൊരു മുഖം ഈ ദിവസത്തിനുണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. പതിവ് പോലെ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉറക്കത്തിന് തയ്യാറെടുത്തുകൊണ്ട് പുതപ്പ് വലിച്ചു മൂടി കിടക്കുകയായിരുന്നു. പുറത്തേക്കിറങ്ങാൻ നശിച്ച കാറ്റ് സമ്മതിച്ചില്ല. ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ലതാനും. അച്ഛനാണ് അടിച്ചുണർത്തിയത്. എടാ പുരുഷ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. അച്ഛൻ്റെ ശബ്ദത്തിൽ വളരെ നാളുകൾക്ക് ശേഷം സന്തോഷത്തിൻ്റെ കുതിപ്പുകൾ കേട്ടു. പുതപ്പിലെ 100 ജാലകങ്ങളിൽ ഒന്നിലൂടെ പുരുഷൻ അച്ഛൻ്റെ മുഖത്തേക്ക് പകച്ചു നോക്കി. അവിടെ ആഹ്ലാദം കണ്ടു. പഴകിച്ചുളിഞ്ഞ മാംസപേശികൾ പുതിയൊരാവേശത്തിൽ വലിഞ്ഞു മുറുകി നിൽക്കുന്നു. ഇന്ന് കാറ്റില്ല, മഞ്ഞില്ല. അച്ഛൻ ഉറക്കെ വിളിച്ചു കൂവുകയായിരുന്നു. ഇന്ന് തെളിച്ചമുണ്ട്. അതിന് നീ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ പറ്റില്ല. മകൻ പിന്നെയൊന്നും ചോദിക്കാൻ പോയില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി വീട് പട്ടിണിയുടെ വക്കത്താണ്. താനൊന്ന് പുറത്തേക്ക് പോയി വന്നില്ലെങ്കിൽ ഇനിയും അതങ്ങനെ തുടരും. ഞാൻ പോകുന്നു, പുരുഷൻ പറഞ്ഞു. അച്ഛൻ കിടന്നുറങ്ങിക്കോളും. നീ എങ്ങോട്ടാ പോകുന്നത്? കടൽ തീരത്തേക്ക്. അടുത്ത വീട്ടിൽ നിന്നുള്ളവർ കാട്ടിലേക്ക് പോകുന്നു. അവർ കാട്ടിലേക്ക് പോകട്ടെ, ഞാൻ കടലിലേക്കാണ്. മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് നോക്കിയപ്പോൾ 3 വീടുകളുടെയും മുറ്റത്ത് ആളുകളെ കണ്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇങ്ങനെയൊരു കാഴ്ച കാണാനേ ഉണ്ടായിരുന്നില്ല. ഈ നേരത്ത് 3 വീടുകളും ഒരുപോലെ മഞ്ഞിൽ പുതഞ്ഞ് മരിച്ച് കിടക്കുകയായിരുന്നു. പുകയില്ല, ചൂടില്ല, ആളനക്കമില്ല. തൊട്ടപ്പുറത്തുള്ള രാമൻ്റെ വീട്ടിൽ നിന്ന് രാമനും മക്കളും കൊച്ചുമക്കളുമൊക്കെയായി ചെറിയൊരു ജാഥ കാടിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് കണ്ടു. അവരുടെ മുന്നിലായി വിശന്ന് അസ്ഥി തെളിഞ്ഞ പട്ടികൾ ചങ്കുപൊട്ടുമാതിരി കുരച്ചുകൊണ്ടോടി. അവയുടെ ആർത്തി പൂണ്ട പല്ലുകൾ വെയിലിൽ തിളങ്ങി. വിശപ്പിൻ്റെ ആധിക്യം കാരണം വാലുകൾ സ്പ്രിങ് പോലെ വായുവിലേക്ക് ഉയർന്നു നിന്ന് വിറച്ചു. കഴിഞ്ഞ കുറേ രാത്രികളിൽ അവയുടെ വിശന്ന നിലവിളി കാരണം തീരെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് പുരുഷൻ ഓർത്തു. സന്ധ്യ കഴിഞ്ഞപ്പോൾ അവ ഓരിയിടാൻ തുടങ്ങുന്നു. പാതിരാത്രിയും പിന്നിട്ട് വെളുപ്പാങ്കാലത്തെ കോടമഞ്ഞിലൂടെ അവയുടെ നീണ്ട രോദനം കാതുകളിൽ വന്ന് അലച്ചുകൊണ്ടിരുന്നു. ഇന്ന് അവർക്കും ആശയുണർന്നിരിക്കുന്നു. തിളങ്ങുന്ന പല്ലുകളിലും കിലുങ്ങുന്ന കുരയിലും പ്രത്യാശയുടെ തിളക്കവും മുഴക്കവും തുടിച്ചു നിൽക്കുന്നു. രാമൻ കാട്ടിലേക്കാണോ? ജാഥ അടുത്തെത്തിയപ്പോൾ പുരുഷൻ ചോദിച്ചു. അതെ, നിങ്ങളെങ്ങോട്ടാണ്? പുരുഷൻ മറുപടി പറഞ്ഞില്ല. കടൽ തീരത്തേക്കാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കൊച്ചുമക്കളിൽ 3-4 എണ്ണത്തിനെ കടലിലേക്ക് തിരിച്ചുവിടാനും കിഴവൻ മടിക്കില്ല. നിങ്ങൾ എവിടെയും പോകുന്നില്ലേ? രാമൻ ചോദിച്ചു. അയാളുടെ ശബ്ദം ഒരു പെരുമ്പറയുടെ മുഴക്കം പോലെ ഉണ്ടായിരുന്നു. പഴയ പേശികളിൽ സൂര്യൻ തിളങ്ങി. പോകുന്നുണ്ട്. പുരുഷൻ ദുഃഖത്തോടെ ഒരു കള്ളം പറഞ്ഞു. പക്ഷേ എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചിട്ടില്ല. കാട്ടിലേക്കുണ്ടോ? എനിക്കറിയില്ല. എങ്കിൽ ഞങ്ങൾ പോട്ടെ. ജാഥ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ഓർത്തതുപോലെ പുരുഷൻ വിളിച്ചു ചോദിച്ചു. സുബ്രൻ്റെ വീട്ടുകാർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? അറിഞ്ഞുകൂടാ. രാമൻ്റെ മക്കളിലൊരാൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു. അവിടെ മുറ്റത്ത് എല്ലാവരും കൂടിയിട്ടുണ്ട്. ആലോചന തീരുമ്പോഴേക്ക് രാത്രിയാവും, മഞ്ഞു വീഴും. അവൻ ഉറക്കെ ചിരിച്ചു. അവൻ്റെ പല്ലുകൾ മുമ്പേ കുരച്ചോടിയ നായ്ക്കളിലൊന്നിൻ്റെ പല്ലുകൾ പോലെ വെയിലിൽ തിളങ്ങി. പെട്ടെന്നുണ്ടായ ഒരു പ്രചോദനം കൊണ്ടെന്നതുപോലെ പുരുഷൻ പറഞ്ഞു. ഞാൻ കടപ്പുറത്തേക്കാണ്. രാമൻ്റെ മക്കളും ചെറുമക്കളും ചേർന്ന് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഞങ്ങൾക്ക് തോന്നി നിങ്ങളങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമെന്ന്. പുരുഷൻ വിഷണ്ണനായി നിന്നതേയുള്ളൂ. എളുപ്പം ചെല്ല്, അവിടെ ആ ഭ്രാന്തൻ ശേഷനുണ്ടാകും. രാമനും അയാളുടെ സംഘവും അകന്നുപോയി. അവരുടെ കാലടികൾ മണലിൽ നിന്ന് പൊടികൾ ഉയർത്തി. പൊടിയിലൂടെ സൂര്യൻ്റെ നീളൻ നാരുകൾ പറന്നു കടന്നു. നീ കടപ്പുറത്തേക്ക് തന്നെയാണോ? വീടിൻ്റെ ഉള്ളിൽ നിന്നും പുരുഷൻ്റെ അച്ഛൻ ഇറങ്ങി വന്നു. ഔസേപ്പ് എന്ന പേരുള്ള അയാൾ ഒരു കമ്പിളി കുപ്പായം ധരിച്ചിരുന്നു. അതെ, പുരുഷൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അയാൾ ചൂണ്ടലും തീറ്റകളും ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു. ഔസേപ്പ് പറഞ്ഞു. ഇന്നത്തെ തെളിച്ചം വിശ്വസിക്കേണ്ട. ചിലപ്പോൾ നാളെ മുതൽ വീണ്ടും കാറ്റ് വീശാൻ തുടങ്ങും. തെളിച്ചമുള്ള അടുത്ത ദിവസം വരേക്കുള്ള സാധനങ്ങളാണ് നീ ശേഖരിക്കേണ്ടത്. അതോർത്തോ? പുരുഷൻ ആ താക്കീതിന് മറുപടി പറയാൻ പോയില്ല.
ചൂണ്ടലുകളും തീറ്റിയിടുന്ന കുടുക്കയും കൂടയും എടുത്ത് അയാൾ കടപ്പുറത്തേക്ക് നടന്നു. പ്രശാന്തമായ കടൽ അകലെ നിന്ന് തന്നെ അവനെ പതിഞ്ഞ ശബ്ദത്തിൽ പേരെടുത്ത് വിളിച്ചു. കൈമാടി വിളിച്ചു.